ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മുടെ നായകനാണെങ്കിൽ ഒരു ആപ്പിൾ സ്റ്റോറിൽ പെട്ടുപോവാണ്. അതായത് ഒരു കള്ളനാണെങ്കിൽ അവനെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് ഗവൺമെന്റിനോട് പറയാണ്, അല്ലെങ്കിൽ പോലീസിനോട് പറയാണ്, എനിക്ക് 1,60,000 കോടി പൈസ വേണം, എന്നാലേ അവനെ വിട്ടയക്കത്തുള്ളൂ എന്ന് പറയാണ്. എന്നാൽ പിന്നെ ഇതിന്റെ ഫുൾ കഥ കേട്ടാലോ? അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കഥയുടെ ആരംഭത്തിലാണെങ്കിൽ നമ്മുടെ കഥാനായകനായ ഇലിയം ഒരു ട്രെയിനിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇതേ സമയം തന്നെ പുറത്തു നിന്നൊരു അപ്പൂപ്പനാണെങ്കിൽ ആ ട്രെയിനിന്റെ ആ ബോഗിയിലുള്ള വിൻഡോയിൽ വന്ന് കൊട്ടുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് ലാസ്റ്റ് സ്റ്റേഷനാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എണീറ്റ് പോകാൻ പറയും. അങ്ങനെ ഇത് കേട്ട ഇലിയ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഇതേ സമയം തന്നെ ഇലിയത്തിന്റെ എയർപോർട്ട് ഉണ്ടല്ലോ, അത് അവൻ അവിടെ വെച്ച് മറക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ആ റെയിൽവേ സ്റ്റേഷനെ കഴിഞ്ഞ് സിറ്റിയിലോട്ട് ഇറങ്ങി വരികയാണ്. ഇതേ സമയം തന്നെ അവിടെ 2 പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഒരു ഫുഡ് വാൻ പോകുന്നുണ്ടോ ആ സൈഡിൽ കൂടെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇലിയ ആണെങ്കിൽ പുള്ളിക്കാരൻ താമസിക്കുന്ന ഹോട്ടലിലോട്ട് വരികയാണ്. പുള്ളിക്കാരൻ ഇവിടെ വർക്കിന് വന്നതാണ് കേട്ടോ, അതായത് പൈസ ഉണ്ടാക്കാൻ വന്നതാണ്. അപ്പൊ താമസിക്കുന്നത് ഹോട്ടലിലാണ്, സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അങ്ങനെ അവിടുത്തെ റിസപ്ഷനിൽ വന്ന് പേരെഴുതി കൊടുത്തിട്ട് ഇലിയോ ആണെങ്കിൽ അവന്റെ റൂമിലോട്ട് കയറി പോവാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഭാര്യയെ വിളിക്കുകയാണ്. ഇതേ സമയം തന്നെ ഭാര്യയായിട്ട് സംസാരിക്കുന്ന നേരത്താണ് ഇലിയോ ഓർക്കുന്നത് അവന്റെ എയർപോർട്ട് കളഞ്ഞു പോയെന്ന്. അപ്പൊ തന്നെ അത് ഭാര്യയെടുത്തും പറയുന്നുണ്ട് കേട്ടോ, അവന്റെ എയർപോർട്ട് കളഞ്ഞു പോയെന്ന്. ഇതേ നേരം അവന്റെ ഭാര്യ സാരമില്ലെന്ന് പറയുന്നുണ്ട്, ഒരു എയർപോർട്ട് അല്ലേ, അപ്പൊ പുതിയതൊരെണ്ണം വാങ്ങാന്ന് പറയും. അങ്ങനെ ഇലിയോ ആണെങ്കിൽ ആപ്പിൾ സ്റ്റോറിലോട്ട് പോവാണ് പുതിയ എയർപോർട്ട് വാങ്ങാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് ഓരോ എയർപോർട്ടിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്ന സമയം നമ്മൾ നേരത്തെ ഒരു ഫുഡ് ട്രക്ക് കണ്ടില്ലായിരുന്നു, ആ ഫുഡ് ട്രക്ക് അവിടെ വരികയാണ്, അതായത് ആപ്പിൾ സ്റ്റോറിന്റെ അവിടെ. എന്നിട്ട് അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരികയാണ്. പിന്നെ കാണിക്കുന്നത് അവിടെ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അവന്റെ ലാപ്ടോപ്പ് ശരിയാക്കാനായിട്ട്. അതായത് ആ ലാപ്ടോപ്പിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആണ്. അപ്പൊ അവിടുത്തെ സെയിൽസ്മാൻ വന്ന് പറയും ഇതിന്റെ ബാറ്ററി മാറണം, അപ്പം ഒരു 10 മിനിറ്റ് കൂടെ ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പം ആ പയ്യൻ പറയും എന്നാ മാറിക്കോ, കുഴപ്പമില്ലെന്ന് പറയും. ഇതേ നേരം തന്നെ വേറൊരു അമ്മയും മോളെയും കൂടെ കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഈ കടയിലോട്ട് കയറി വരുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മൾ നേരത്തെ ഒരാളെ കണ്ടില്ലായിരുന്നു, ഫുഡ് ട്രക്കിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നത്. പുള്ളിക്കാരൻ തലയിലൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ആപ്പിൾ സ്റ്റോറിലോട്ടാണ് കയറി വരുന്നത്. എന്നിട്ട് പുള്ളിക്കാരന്റെ ബാഗ് ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇതേ സമയം തന്നെ അവിടുത്തെ ഒരു സെയിൽസ് ഗേൾ ഉണ്ടായിരുന്നു. ആ സെയിൽസ് ഗേൾ പറയും ആൾക്കാരുടെ സാധനങ്ങളൊന്നും അവിടെ വെക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ഇതേ സമയം തന്നെ ഇപ്പം കയറി വന്ന ആളില്ലേ, അയാൾ നമുക്ക് കള്ളനെന്ന് പറയാം. പുള്ളിക്കാരനാണെങ്കിൽ ഒരു തോക്ക് എടുത്തിട്ട് എല്ലാരും പേടിപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലായിടത്തും പറയും എല്ലാരും അനങ്ങാതെ നിൽക്കാൻ. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല, എല്ലാരും പല വഴിക്ക് പേടിച്ചിട്ട് ഓടുകയാണ്. തോക്കൊക്കെ എടുത്ത് കാണിച്ച് ആരെങ്കിലും നിൽക്കും. അങ്ങനെ കള്ളം കയറിയെന്ന് മനസ്സിലാക്കിയ ആ അമ്മയും മോളും ആണെങ്കിൽ ഒരു സൈഡിൽ പേടിച്ച് നിൽക്കുകയാണ് കള്ളം കാണാതെ. ഇതേ നേരം തന്നെ ആ സെയിൽസ്മാനും പയ്യനും ഉണ്ട്. അപ്പൊ ഈ സെയിൽസ്മാൻ ആണെങ്കിൽ ആ പയ്യനെയും പിടിച്ചുകൊണ്ട് ഒരു റൂമിലോട്ട് കയറി പോവാണ്. അപ്പം കൂടെ ആ അമ്മയും മോളും ഉണ്ട് കേട്ടോ. ഈ റൂമിൽ കയറണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാർഡ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ആ ഡോറ് തുറക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവര് ഒരു കുഞ്ഞ് സ്റ്റോർ റൂം പോലത്തെ ഒരു സ്ഥലമാണ്, അതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഇലിയോ ഉണ്ടല്ലോ, അതായത് ഇതിന്റെ നായകൻ, അവിടെ പേടിച്ച് ഒരു ഡെസ്കിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ആ കള്ളം കാണുന്നുണ്ട് കേട്ടോ. കള്ളം നേരെ നമ്മുടെ ഇലിയത്തിന്റെ അടുത്തോട്ട് നടന്നു വന്നിട്ട് പറയാം തറയെ കിടക്കാൻ. അപ്പം ഇലിയ ആണെങ്കിൽ പേടിച്ചിട്ട് തറയെ കിടക്കുകയാണ്. അത് മാത്രമല്ല കയ്യിൽ ഒരു ടാഗ് കെട്ടിക്കൊടുക്കുകയാണ്, ഇൻ കേസ് ഇറങ്ങി ഓടിപ്പോയാലോ, അതുകൊണ്ട് കയ്യിൽ ഒരു ടാഗ് കെട്ടിക്കൊടുക്കുകയാണ്. പിന്നുണ്ടല്ലോ ഈ ഗൺഷോട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം 2 പോലീസുകാരെ കണ്ടില്ലായിരുന്നു, അതായത് ആ ഫുഡ് ട്രക്ക് പോകുന്നിടത്ത് നിന്നൊരു പോലീസുകാർ രണ്ടുപേരും, ഒരാണും പെണ്ണും. അപ്പൊ അവരാണെങ്കിൽ ഗൺഷോട്ട് കേട്ടിട്ട് അങ്ങോട്ട് ഓടി വരികയാണ്. അത് മാത്രമല്ല കൺട്രോൾ റൂമിൽ കൂടെ വിളിച്ച് പറയാണ് ഇത് കണക്ക് ഗൺഷോട്ട് നടക്കുന്നുണ്ട്, എല്ലാരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒളിച്ച് ആപ്പിൾ സ്റ്റോറിന്റെ ഓപ്പോസിറ്റ് ഒരു മതില് പോലത്തെ ഒരു കുഞ്ഞ് സംഭവം ഉണ്ട്, അതിന്റെ ബാക്കിൽ വന്ന് ഒളിച്ച് നിൽക്കുകയാണ്. ഈ 2 പോലീസുകാർ വിചാരിച്ചിരിക്കുന്നത് ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ ഷൂട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. എന്നാലുണ്ടല്ലോ ഈ കള്ളന്റെ കയ്യിൽ, ഈ കള്ളന്റെ ദേഹത്ത് മൊത്തവും ബോംബ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല അതിന്റെ റിമോട്ടും ഉണ്ട്. അപ്പൊ ഈ പോലീസുകാരെ ഈ റിമോട്ട് അവൻ എടുത്ത് പൊക്കി കാണിക്കുകയാണ്. അത് മാത്രമല്ല എന്തേലും ചെയ്യാൻ നോക്കുവാണെങ്കിൽ അത് ഞെക്കുമെന്നും കൂടെ ആംഗ്യ ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഈ കള്ളൻ തിരിച്ചു നടന്നു പോകുന്ന സമയത്തും ഈ പോലീസുകാർ ആ കുട്ടി മതിലിന്റെ ബാക്കിൽ ഒളിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ കള്ളന് ദേഷ്യം വന്നിട്ടാണെങ്കിൽ അവന്റെ തോക്ക് എടുത്തിട്ട് ആ പോലീസുകാർക്ക് നേരെ വെടിയുകയാണ്. എന്നാലുണ്ടല്ലോ ഭാഗ്യവശാൽ ആ 2 പോലീസുകാർക്കും കൊള്ളുന്നില്ല, അവർ ആ മതിലിന്റെ കീഴിൽ തന്നെ ഒളിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു പോലീസുകാരനാണെങ്കിൽ ഭാര്യയും മക്കളുമായിട്ട് എങ്ങോട്ടോ ഒരു ട്രിപ്പ് പോവാണ്. ഇതേ സമയം തന്നെ ആ പോലീസുകാരന്റെ ഫോണിലോട്ട് ആരോ വിളിക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അവരുടെ ടീമാണ് വിളിക്കുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ പോലീസുകാർക്ക് പോയല്ലേ പറ്റൂ, അപ്പൊ അവർക്കൊരു ടീം കാണും. അപ്പൊ അവരാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആപ്പിൾ സ്റ്റോറിൽ ഒരാൾ ബോംബായിട്ട് കയറിയിട്ടുണ്ടെന്ന് പറയും. അപ്പം മക്കൾക്കും ഭാര്യയ്ക്കും കാര്യം മനസ്സിലാവും, അതായത് ഇവരുടെ അച്ഛനാണെങ്കിൽ ജോലിക്ക് പോകാൻ പോവാ, ഇന്നത്തെ ട്രിപ്പ് നടക്കത്തില്ലെന്ന്. അങ്ങനെ ഈ ഭാര്യയെടുത്തും മക്കളെടുത്തും ബായി പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരനാണെങ്കിൽ അവരുടെ ടീമിന്റെ കൂടെ വേറൊരു കാറിൽ കയറി പോകും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് കൺട്രോൾ റൂമിന്റെ ഹെഡാണ്. അദ്ദേഹം ആണെങ്കിൽ ആരോ ആയിട്ട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ കൂട്ടുകാരനായിരിക്കും. അവരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൺട്രോൾ റൂമിൽ നിന്ന് വിളിക്കുകയാണ് ഇത് കണക്ക് സംഭവം ഉണ്ട്, പെട്ടെന്ന് വരണമെന്നും പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ ആ ഹെഡ് ആണെങ്കിൽ ഹെഡിന്റെ കൂട്ടുകാരന്റെ അടുത്ത് ബായി പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ പോയല്ലേ പറ്റൂ, അതുകൊണ്ട്
കൊണ്ട് തന്നെ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് മറ്റേ നമ്മുടെ കള്ളനില്ലേ, കള്ളനാണെങ്കിൽ ഇലിയത്തിനെ പിടിച്ചോണ്ട് ഗ്ലാസിന്റെ ഫ്രണ്ടിൽ വരുവാണ്. എന്നിട്ട് തലയിൽ തോക്ക് വെച്ചിട്ട് പറയാണ് എനിക്കൊരു നെഗോഷിയേറ്ററിനെ വേണമെന്ന്. അതായത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന കള്ളന്മാർക്ക് ഒരു നെഗോഷിയേറ്ററിനെ കൊടുക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഒരു ഡീലിങ്സിലെത്തും. അതായത് ഇത്ര പൈസ വേണം, അങ്ങനെ ഒരു ഡീലിങ്സ്. ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന്, അറിയാവുന്നവർ കാണും, എന്നാലും കുഴപ്പമില്ല. ആ പുറത്തിരിക്കുന്ന 2 പോലീസുകാരുടെ അടുത്താണ് ഇത് പറയുന്നത്. എന്നാൽ അവരാണെങ്കിൽ ഇത് കേൾക്കുന്നൊന്നുമില്ല. ഇതേ സമയം തന്നെ ഈ കള്ളനാണെങ്കിൽ തിരിച്ചു വരുവാണ്, അതായത് ഈ ഇലിയത്തിന്റെ അടുത്ത്. അപ്പൊ ഈ ഇലിയൻ ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ ഇന്ന് മരിച്ചു പോകുമെന്ന് ചോദിക്കും. അതായത് ഈ കള്ളന്റെ അടുത്താണ് ചോദിക്കുന്നത്. അദ്ദേഹം എന്ത് പാവമാണെന്ന് നോക്കിക്കേ. അപ്പം ഈ കള്ളൻ പറയും അതൊന്നും നീ അറിയണ്ടെന്ന് പറയും. അങ്ങനെ ഈ കള്ളനാണെങ്കിൽ 911 വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഞാനാണ് ആ ആപ്പിൾ സ്റ്റോർ കയറിയ കള്ളൻ, എനിക്കൊരു നെഗോഷിയേറ്ററിന് ആവശ്യമുണ്ട്, പെട്ടെന്ന് ഒരു നെഗോഷിയേറ്ററിനെ വിളിക്കാൻ പറഞ്ഞു. അത് ഈ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഈ കള്ളനാണെങ്കിൽ സംസാരിച്ച് നേരത്തെ നമ്മുടെ സെയിൽസ്മാനും ആ പയ്യനും പിന്നെ ഒരു അമ്മയും മോളും കയറിപ്പോയ ഒരു സ്റ്റോർ റൂം ഇല്ലായിരുന്നു, അതിന്റെ പിടിയിൽ വന്ന് പിടിക്കുകയാണ്. പക്ഷെ ഈ കള്ളൻ അറിയത്തില്ല അതിനകത്ത് ആൾക്കാരുണ്ടെന്നും, എന്നാലും അതിനകത്ത് വന്നിരുന്ന് പിടിക്കുകയാണ്. അപ്പൊ അകത്തുള്ളവർ ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ്. എന്നിട്ട് ഈ കള്ളൻ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ അകത്ത് കാണിക്കുകയാണ്, അതായത് ആ സ്റ്റോർ റൂമിന്റെ അകത്ത്. അപ്പൊ ഈ സെയിൽസ്മാന്റെ കയ്യിലൊന്നും ഫോണില്ല, മറ്റേ പയ്യന്റെ കയ്യിൽ ഫോണില്ല. പയ്യൻ ഓടുന്ന സമയത്ത് ഫോണാണെങ്കിൽ കയ്യിൽ നിന്ന് കളഞ്ഞു പോവാണ് ചെയ്തത്. അപ്പൊ സെയിൽസ്മാൻ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ മോളുടെയിലാണ് ഫോൺ ഉള്ളത്. അങ്ങനെ ആ മോളുടെ ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ ഈ സെയിൽസ്മാൻ ഒരു മാന്യനാണ് കേട്ടോ. കാരണം ആ ഫോൺ എടുത്ത് നീട്ടുന്ന സമയത്തും പുള്ളിക്കാരൻ ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് ആ ഫോൺ വാങ്ങുന്നത്. അങ്ങനെ നേരെ ആ ഫോൺ എടുത്തിട്ട് 911 വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് സ്റ്റോർ റൂമിൽ ഒരു 4 പേര് പെട്ടുകിടപ്പുണ്ട്, രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അത് മാത്രമല്ല ഈ ബിൽഡിങ്ങിന്റെ 2nd ഫ്ലോർ ഉണ്ട്, അതായത് തൊട്ട് മണ്ടലത്തെ ഫ്ലോറിൽ 40 പേരോളം കുടുങ്ങി കിടപ്പുണ്ടെന്നും പറയും. പക്ഷെ ഈ കള്ളൻ അറിയത്തില്ല, അതായത് സ്റ്റോർ റൂമിൽ 4 പേരുണ്ടെന്നും ഈ ബിൽഡിങ്ങിന്റെ തൊട്ട് മണ്ടയിൽ 40 പേരുണ്ടെന്നും. ഈ കള്ളന് ആകെ ഒരാളെ അറിയാവും, അത് ആ ഇലിയത്തിനെയാണ്. ഇലിയ മാത്രമേ ഉള്ളെന്നാണ് ഈ കള്ളൻ കരുതിയിരിക്കുന്നത്. ഇതേ നേരം തന്നെ ആ ബിൽഡിങ്ങിന്റെ തൊട്ട് മണ്ടയിൽ ഹെലികോപ്റ്ററിലൊക്കെ പറത്തിയിട്ട് തോക്ക് വെച്ച് എയിം ചെയ്യാണ് ആ കള്ളന് നേരെ. പുറം നാട്ടിലൊക്കെ പോലീസിന് ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ, നമ്മുടെ നാട് പോലെയൊന്നുമല്ല, നമുക്ക് മിലിറ്ററിക്ക് ഹെലികോപ്റ്റർ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് ആ 2 പോലീസുകാർ ആ മതിലിന്റെ കീഴിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടില്ല ഇതുവരെ. അപ്പം അവരെ രക്ഷിക്കാനായിട്ട് ഒരു കാറ് അങ്ങോട്ട് വരികയാണ്. അപ്പൊ ഈ കാർ ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കണം, അതുകൊണ്ടായിരിക്കും അത്രയും ധൈര്യത്തിൽ അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നേക്കുന്നത്. എന്നിട്ട് ഈ കാറിനോട് ചേർന്നിട്ട് ഇവർ രണ്ടുപേരും നടന്ന് ബാക്കിലോട്ട് പോവാണ്, അതായത് കടയുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് നടന്നു പോവാണ്. ഇൻ കേസ് അയാളെ ഷൂട്ടെങ്ങാനും ചെയ്താലോ, അതുകൊണ്ട് തന്നെ. ഇതിനുശേഷം നമ്മുടെ കൺട്രോൾ റൂമിന്റെ ഹെഡില്ലേ പുള്ളിക്കാരനും പിന്നെ പോലീസിന്റെ ഹെഡും കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാണ് എങ്ങനെ രക്ഷിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആ 40 പേരെ രക്ഷിക്കുക എന്നുള്ളതാണ്, അതായത് ടോപ്പിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാർ. ഇതിനുശേഷം നെഗോഷിയേറ്റർ വന്നിട്ടുണ്ട് കേട്ടോ, അതൊരു ലേഡിയാണ്, പേര് ലിൻ എന്നാണ് കേട്ടോ, നമുക്ക് നെഗോഷിയേറ്റർ എന്ന് പറയാം. അപ്പം കൺട്രോൾ റൂമിന്റെ ഹെഡിനെ വന്ന് കാണാണ്. അപ്പം ഹെഡ് പറയാണ് ആ സൈഡിലത്തെ റൂമിലാണ് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറയും. അതായത് അവിടെ പോയിരുന്നിട്ടാണ് ഫോൺ വിളിച്ച് സംസാരിക്കേണ്ടത്. അപ്പം ഈ ലിന്നിന് സഹായത്തിനായിട്ട് 2 നെഗോഷിയേറ്ററിനെ കൂടെ കൊടുക്കുകയാണ്, ഒരു മെയിലും ഒരു ഫീമെയിലും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസിന്റെ ഹെഡിനെയാണ്. പോലീസിന്റെ ഹെഡ് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാണ്. എന്നിട്ട് എല്ലായിടത്തും പറയാണ് ഓരോ ബിൽഡിങ്ങിലും പോയി സ്നൈപ്പറൊക്കെ എയിം ചെയ്ത് നിൽക്കാൻ പറയും. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്നൈപ്പർ എയിം ചെയ്ത് ഓരോ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ പോയി നിൽക്കുകയാണ്, അതായത് ഈ കള്ളനെ തന്നെ എയിം ചെയ്തിട്ട് മാത്രം. അത് മാത്രമല്ല എല്ലാ CCTVയും ഈ കള്ളന്റെ നേർക്കാണ് വെച്ചേക്കുന്നത്. ഇതേ നേരം തന്നെ നമ്മുടെ കള്ളനാണെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ഓരോന്ന് പഠിക്കുകയാണ്. അതായത് ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എവിടെയൊക്കെ പോലീസ് കയറിയെന്നൊക്കെ ഈ ന്യൂസ് ചാനൽ ഇടത്തില്ലേ, അത് നോക്കി പഠിക്കുകയാണ്. അങ്ങനെ ആ കള്ളനും നമ്മുടെ ഇലിയോ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഈ ഇലിയത്തിനെ കൊണ്ട് ഇരുത്തിയേക്കുകയാണ്. അപ്പോൾ ഇലിയം ഈ കള്ളനോട് പറയുന്നുണ്ട് എനിക്ക് ഡെയിലി 3 നേരം മരുന്ന് കഴിക്കണം, ആ മരുന്ന് എന്റെ ബാഗിലുണ്ട്, അതൊന്ന് എടുത്തു തരുമെന്ന് ചോദിക്കും. അതായത് ഈ ഇലിയം ഒരു ഹേർട്ട് പേഷ്യന്റ് ആണ് കേട്ടോ. അപ്പൊ പുള്ളിക്കാരന് ഒരു 3 നേരം മരുന്ന് കഴിക്കണം. അപ്പൊ ആ ഗുളിക എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ഒരു റെഡ് ബുള്ളൂടെ ആ ഗുളിക കഴിക്കാനായിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനുശേഷം ഇലിയം പറയുന്നുണ്ട് എന്റെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, ആ ടാഗ് കെട്ടിയോണ്ടാന്ന് പറയും. അങ്ങനെ ഈ കള്ളൻ ഇച്ചിരി പാവാന്ന് തോന്നുന്നു, കാരണം ആ ടാഗ് അഴിച്ചു മാറ്റിയിട്ട് ഒരു കയറ് കെട്ടി കൊടുക്കുകയാണ്. അപ്പൊ ഇച്ചിരി കൂടെ വേദന കുറയല്ലേ. ഇതിനുശേഷം ഈ കള്ളനാണെങ്കിൽ നെഗോഷിയേറ്ററിനെ വിളിക്കുകയാണ്. എന്നിട്ട് നെഗോഷിയേറ്ററിനോട് പറയാണ് എനിക്ക് 200 മില്യൺ ബിറ്റ്കോയിൻ ആണ് വേണ്ടത്. അതായത് ബിറ്റ്കോയിന്റെ വില നിങ്ങൾക്ക് അറിയാമോ, അതായത് 1,60,60,000 കോടി രൂപ, ഇന്ത്യൻ റുപ്പീസ് ആണ് കേട്ടോ. അവൻ എന്തിനാണ് ഇത്രയും പൈസ? ഇതേ സമയം നെഗോഷിയേറ്റർ പറയുന്നുണ്ട് ഇത്രയും വലിയ തുകയോ, അതെങ്ങനെ ഒപ്പിക്കുമെന്ന് ചോദിക്കും. ഇതേ സമയം തന്നെ ഈ കള്ളന് ദേഷ്യം വരും, ഇത് അത്ര വലിയ തുകയാണോ, അത് നിങ്ങൾക്ക് അത്ര വലിയ തുകയാണോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. അത് മാത്രമല്ല നിങ്ങൾ കാരണമാണ് എന്റെ ജീവിതം ഇത് കണക്കായത്, ടാക്സ്, ഇവിടത്തെ ഗവൺമെന്റ്, ഇവിടത്തെ കോടതി, എല്ലാവരും എന്നെ പറ്റിക്കുകയാണ് ചെയ്തതെന്ന് പറയും. എന്നിട്ട് ഈ ഇലിയത്തിനെ പിടിച്ചിട്ട് തലയിൽ തോക്ക് വെച്ചിട്ട് പറയാണ് മര്യാദയ്ക്ക് പൈസ തന്നോ ഇല്ലെങ്കിൽ ഞാൻ അവനെ ഷൂട്ട് ചെയ്യാന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ആ സ്റ്റോർ റൂം ആണ് കേട്ടോ. അപ്പം ആ സെയിൽസ്മാനും ആ പയ്യനും നേരത്തെ വഴക്കൂടിയായിരുന്നു, അതായത് സെയിൽസ്മാൻ അല്ല വഴക്കൂടിയത്, ഈ പയ്യനാണെങ്കിൽ സെയിൽസ്മാന്റെ അടുത്ത് ദേഷ്യപ്പെട്ടായിരുന്നു. കാരണം നിങ്ങൾ കാരണം ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയത്, ആ ബാറ്ററി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേന്ന് പറയും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സെയിൽസ്മാനും പയ്യനും സംസാരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ പയ്യൻ ആ സെയിൽസ്മാന്റെ അടുത്ത് സോറി പറയുന്നുണ്ട്, അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞാന്ന് പറയും. എന്നിട്ട് അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ സെയിൽസ്മാൻ പറയുന്നുണ്ട് എനിക്കൊരു മോനൊക്കെ ഉണ്ടെന്ന്
ഉണ്ടെന്ന് പറയും. അപ്പോൾ പയ്യനും പറയുന്നുണ്ട് എനിക്ക് മോനൊന്നുമില്ല, എന്നാലും ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഇന്ന് ഡിന്നർ കഴിക്കാൻ പോവാന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ എന്തായാലും എന്നെ തിരക്കും, ഞാൻ എവിടെ പോയെന്ന് തിരക്കുമെന്ന് പറയും. ഇതിനുശേഷം ഒരു മൂത്ത പോലീസ് ഉണ്ട് കേട്ടോ, അതായത് ഹെഡിനെ കാട്ടിയും മണ്ടയിലുള്ള ഒരു പോലീസ്. ആ പോലീസ് ആണെങ്കിൽ ഈ സെയിൽസ്മാനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഈ ആപ്പിൾ സ്റ്റോറിലെ ലൈറ്റ് ഒക്കെ എപ്പോഴാണ് പോകുന്നത്, അതെങ്ങനെയെങ്കിലും ഓഫ് ആക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പം ഈ സെയിൽസ്മാൻ പറയും ഇത് നമ്മുടെ കൺട്രോളല്ല, അത് ആപ്പിൾ സെക്യൂരിറ്റിയുടെ ഈ കൺട്രോൾ, അവരുടെ മെയിൻ ഓഫീസ് ഉണ്ട്, അവിടെ വേണം വിളിച്ച് പറയാനെന്ന് പറയും. അങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാണ്. അത് മാത്രമല്ല ഫോണിന്റെ ചാർജ് തീർക്കില്ല, അതാണെങ്കിൽ ലോ പവർ മോഡിൽ ഇടുകയും വേണം, വേറൊന്നും അതായത് ആ സമയത്ത് ഫോണിൽ കളിക്കില്ലെന്നും പറയും. ഇതേ സമയം നെഗോഷിയേറ്റർ ഈ കള്ളനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ആപ്പിൾ സ്റ്റോറിന്റെ ലൈറ്റ് അതിന്റെ സമയം കഴിയുമ്പോൾ, അത് മാത്രമല്ല അവിടുത്തെ മ്യൂസിക് സിസ്റ്റം ഒരു സമയം കഴിയുമ്പോൾ താൻ അണയോ എന്ന് പറയും കള്ളനോട്. ഇതേ സമയം തന്നെ കള്ളൻ ആദ്യം ഒന്നും വിശ്വസിക്കത്തില്ല, പിന്നെ അങ്ങ് വിശ്വസിക്കും. അപ്പൊ കറണ്ട് പോകും കേട്ടോ കുറച്ചു നേരത്തേക്ക്. അത് മാത്രമല്ല കുറച്ചു നേരത്തേക്ക് ഒരു അലാറം അടിക്കുമെന്ന് പറയും. അങ്ങനെ കറണ്ട് പോകുന്ന സമയത്ത് അലാറം ഒന്നും അടിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ലൈറ്റ് വരും. അപ്പൊ ഈ അലാറം അടിച്ചിട്ടില്ല. അപ്പൊ ഈ കള്ളനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സംശയിക്കും ഇവരെന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഈ നെഗോഷിയേറ്റർ ആണെങ്കിൽ പോയിട്ട് ഈ കൺട്രോൾ റൂമിന്റെ ഹെഡുമായിട്ട് വഴക്കിടുകയാണ്. കാരണം അലാറം അടുപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഈ ഹെഡ് ആണെങ്കിൽ അടുപ്പിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവരാണ് ഈ ആപ്പിൾ സ്റ്റോറിനെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കണം. പിന്നെ കാണിക്കുന്നത് കൺട്രോൾ റൂമാണ്. അപ്പം അവിടെ ഒരു ലേഡി പോലീസ് ഓഫീസർ വന്ന് ഈ മെയിൻ ഹെഡിന്റെ അടുത്ത് പറയാണ്, അതായത് ഏതോ ഒരു ചെറ്റ 40 പേര് ആ ആപ്പിൾ സ്റ്റോറിന്റെ മണ്ടേ കുടുങ്ങി കിടപ്പുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര അധികം പ്രശ്നം ഉണ്ടാക്കും, ആ കള്ളൻ ഇത് കാണുവാണെങ്കിൽ അവരെന്തായാലും പിടിക്കുമെന്ന് പറയും. ഏത് മണ്ടനാണോ എന്തോ ഇത് പോസ്റ്റ് ചെയ്തത്. അപ്പം ആ ലേഡി അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആദ്യം ഒന്നും സമ്മതിക്കത്തില്ല. ഇതേ സമയം തന്നെ ആ ഹെഡിന് ദേഷ്യം വന്നിട്ടാണെങ്കിൽ ഫോൺ വാങ്ങും. എന്നിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്, ഹലോ ഞാൻ കൺട്രോൾ റൂമിന്റെ ഹെഡാണ്, ഇപ്പം നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റ് മര്യാദയ്ക്ക് ഡിലീറ്റ് ആക്കിയോ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അറസ്റ്റ് വാറന്റുമായിട്ട് അങ്ങോട്ട് വരും, നിങ്ങൾ അറസ്റ്റ് ചെയ്യും, മര്യാദയ്ക്ക് ഡിലീറ്റ് ആക്കിക്കോളാം പറയും. എനിക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ, പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയോ, 10 സെക്കൻഡിനുള്ളിൽ നീ ഡിലീറ്റ് ആക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നിന്റെ വീട്ടിൽ കാണാമെന്ന് പറയും. അപ്പം ഇത് കേട്ട് പേടിച്ചിട്ടാണെങ്കിൽ ആ പോസ്റ്റ് ഇട്ട ആള് അത് ഡിലീറ്റ് ആക്കുകയാണ്. അങ്ങനെ പിന്നെ ഈ സെയിൽസ്മാനെ ആണെങ്കിൽ ആ മൂത്ത ഹെഡ് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ആ അപ്പാർട്ട്മെന്റിന്റെ മണ്ടയിൽ കയറാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഈ സെയിൽസ്മാൻ ആണെങ്കിൽ പറയും അപ്പുറത്തെ ബിൽഡിങ്ങിൽ കൂടെ ഇപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ കയറാന്ന് പറയും. അപ്പൊ ഡോർ തമ്മിൽ കണക്റ്റഡ് ആണ്, പക്ഷെ പോലീസുകാരുടെ അതിന്റെ പ്ലാൻ ഇല്ല, ഈ ഫ്ലോർ മാപ്പ് ഇല്ല. അപ്പം ഈ സെയിൽസ്മാൻ ആണെങ്കിൽ ആ ഫോണിലാണെങ്കിൽ മാപ്പിൽ ഒരു മാപ്പ് വരച്ച് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് വെച്ചിട്ടാണെങ്കിൽ അവർ പതിയെ ആ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ എത്തുകയാണ് ശബ്ദം ഉണ്ടാക്കാതെ. അങ്ങനെ ഈ പോലീസുകാര് പതിയെ അവരെ പുറത്തിറക്കിക്കൊണ്ട് പോവാണ്. ഇതേ സമയം തന്നെ ഈ കള്ളനാണെങ്കിൽ ഈ അപ്പാർട്ട്മെന്റിന്റെ മണ്ടയിൽ നിന്ന് ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ സ്റ്റെപ്പിന്റെ അവിടെ കയറി ചെല്ലാൻ നിൽക്കുന്ന സമയം ഈ നെഗോഷിയേറ്റർ ആണെങ്കിൽ സംസാരിച്ച് വഴി തെറ്റിച്ചു വിടുകയാണ്. അപ്പം പുള്ളിക്കാരൻ അതിന്റെ മണ്ടയിലോട്ട് കയറി പോകുന്നില്ല. ഇതേ സമയം തന്നെ മറ്റേ പോലീസുകാരെ എല്ലാവരെയും രക്ഷിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ കള്ളനാണെങ്കിൽ നെഗോഷിയേറ്ററുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് നിൽക്കുകയാണ് ഇലിയത്തിന്റെ അടുത്ത്. അപ്പം ഇലിയൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് മാത്രമല്ല എനിക്ക് നിങ്ങളെ മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നിൽക്കുന്നതെന്ന് പറയും. ഇതേ സമയം തന്നെ ഇലിയൻ പറയും എനിക്കറിയാം ഈ ഗവൺമെന്റ് എല്ലാം ശരിയല്ല, ഇവർക്ക് കൊടുക്കുന്ന എക്സ്ട്രാ ടാക്സ്, അതിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഗവൺമെന്റ്, ഇതെല്ലാം എനിക്കറിയാം. എന്നിട്ടും ഞാനൊരു സ്റ്റോറി പോയിട്ട് മോഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ആരെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ടോ? ഇല്ല. ബ്രോയെ കൊണ്ട് പറ്റും. എന്തിനാണ് ഇങ്ങനത്തെ നേരായ വഴിക്ക് പോവാതെ വളഞ്ഞ വഴിക്ക് പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇൻ കേസ് ബ്രോ എന്നെ കൊന്നാലും ബ്രോയെ അവർ കൊന്നളയും, പോലീസ് പിടിക്കത്തല്ലേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല ബ്രോയ്ക്ക്. എന്നിട്ട് ഇലിയൻ പറയും ഞാൻ ഇവിടെ വന്നേക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് വലിയൊരു അപ്പാർട്ട്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമല്ല അത് അഫോർഡ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല, അപ്പം അതിന് പൈസ ഉണ്ടാക്കാനാണ് ഞാൻ ഇവിടെ ജോലിക്ക് വന്നേക്കുന്നതെന്ന് പറയും. അതേസമയം തന്നെ ഈ ഇലിയും കള്ളനും ചെറുതായിട്ടൊക്കെ കൂട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ കള്ളൻ ചോദിക്കും നിനക്ക് കോഫി വേണോന്ന് ചോദിക്കും. അപ്പം ഇലിയൻ പറയും എനിക്ക് കോഫി വേണമെന്ന് പറയും. അങ്ങനെ ഈ കള്ളനാണെങ്കിൽ കോഫി എടുക്കാൻ പോവുകയാണ്. ഇതേ സമയം തന്നെ ആ സ്റ്റോർ റൂമിൽ 4 പേരില്ലായിരുന്നു, അതിനകത്ത് ആ അമ്മയ്ക്കാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരികയാണ്. അപ്പൊ അവർ അനങ്ങാതെ കിടക്കുകയാണ്. ഇതേ സമയം തന്നെ ആ സെയിൽസ്മാൻ ആണെങ്കിൽ ആ മൂത്ത ഹെഡിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇത് കണക്ക് അവരനങ്ങാതെ കിടക്കുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇതേ സമയം തന്നെ ഈ മൂത്ത ഹെഡ് ആണെങ്കിൽ ഒരു ഡോക്ടറിനെ വിളിപ്പിച്ചിട്ട് ഡോക്ടറുമായിട്ട് സംസാരിപ്പിക്കും. അപ്പൊ നോക്കുമ്പം ഹാർട്ടൊക്കെ നോർമലായിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല അവരത് കണ്ടുപിടിക്കും അത് വെറൊരു പാനിക് അറ്റാക്ക് ആണ്, അപ്പൊ പേടിക്കണ്ടെന്ന് പറയും. ഇതേ സമയം തന്നെ ആ നെഗോഷിയേറ്റർ ഈ കള്ളനെ വിളിക്കുകയാണ്. കാരണം വഴി തിരിച്ചു വിട്ടാലല്ലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എന്തായാലും ആ അകത്തുള്ള സ്റ്റോർ റൂമിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ നെഗോഷിയേറ്റർ വിളിക്കുകയാണ്. അപ്പം വിളിച്ചിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്ന സമയം ഈ കള്ളന്റെ ദേഹത്തൊരു പച്ച ലേസർ കത്തുകയാണ്. അപ്പം കള്ളന് മനസ്സിലായി കുറെ അധികം ലേസർ മണ്ടയിൽ നിപ്പുണ്ടെന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കിയ കള്ളനാണെങ്കിൽ വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളൊക്കെ എന്നെ പറ്റിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കോഫി എടുത്ത് തറയിൽ എറിയാണ്. അത് മാത്രമല്ല അവളെ നല്ല ചീത്ത പറയാണ്, അതായത് ആ നെഗോഷിയേറ്ററിനെ. എന്നിട്ട് പറയും എനിക്ക് പെണ്ണുങ്ങളോടല്ല സംസാരിക്കേണ്ടത്, എനിക്ക് ആണുങ്ങളോടാണ് സംസാരിക്കേണ്ടത്, ഇതൊരു ബിസിനസ് ആണെന്ന് പറയും. അത് മാത്രമല്ല ഈ ഇലിയത്തിന്റെ തലയിൽ തോക്ക് വെച്ച് ചൂണ്ടുകയാണ്. എന്നിട്ട് പറയും ഞാൻ ഉറപ്പായിട്ടും അവനെ കൊല്ലുമെന്ന്. അപ്പം ഇലിയൻ പേടിച്ചിട്ടാണെങ്കിൽ പറയണേ എന്നെ കൊല്ലല്ലേ സാറേ എന്ന് പറയും. ഇതേ സമയം തന്നെ ആ നെഗോഷിയേറ്റർ പറയാണ് നീ എന്തോടെ പൊട്ടനാണോ, ഇത്രയും അധികം ഒരു ഹോസ്റ്റേജിനെയും പിടിച്ചു നിർത്തിയിട്ട് എന്തുവാ നെയ്ബർലിഹുഡ് പോലീസുകാർ മാത്രമേ വരത്തുള്ളൂ എന്ന് വെച്ചോ, ഒരു ഹെലികോപ്റ്റർ വരെ അവിടെ പറന്ന് നടപ്പുണ്ട് നിന്നെ ഷൂട്ട് ചെയ്യാൻ. പക്ഷെ ഞാൻ നിനക്ക് സത്യം ചെയ്യാം അവരൊന്നും നിന്നെ
ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം, അപ്പം നീ ഒന്ന് അയാളെ ഉപദ്രവിക്കാതെ അവിടെ വെക്കാൻ പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മൾ ആദ്യം ഒരു പോലീസുകാരനെ കണ്ടില്ലായിരുന്നു, ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയ ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരനും പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു പോലീസുകാരനും കാറിലിരിക്കുകയാണ്. എന്നിട്ട് ഓരോ കുടുംബകാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരാൾ മാരീഡ് ആണ്, മറ്റേ ആൾ അൺമാരീഡ് ആണ്, അതായത് ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതേ സമയം തന്നെ പുറത്തുനിന്ന് ഒരാൾ ഒരു പിസ്സ കൊണ്ട് കൊടുക്കുകയാണ് അവർക്ക് കഴിക്കാനായിട്ട്. അവരും മനുഷ്യരല്ലേ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ മെയിൽ ഹോസ്റ്റേജ് വിളിക്കുകയാണ്. അപ്പം നേരത്തെ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതുകൊണ്ട് ഒരു മെയിൽ ഹോസ്റ്റേജിനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അപ്പം ഈ കള്ളനോട് സംസാരിക്കുന്ന സമയം കള്ളൻ പറയും എനിക്കൊരു ഹമ്മർ വേണമെന്ന്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ. അപ്പം മെയിൽ പറയും സെറ്റ് ചെയ്ത് തരാമെന്ന് പറയും. ഇതേ സമയം തന്നെ ഇലിയൻ ദേഷ്യപ്പെടുകയാണ്. കാരണം പുള്ളിക്കാരൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുമില്ല കുടിച്ചിട്ടുമില്ല. അപ്പം പുള്ളിക്കാരൻ ദേഷ്യപ്പെടുകയാണ്, ഇത്രയും നേരം പട്ടിണി കിടന്നിട്ട് നിനക്ക് ഹമ്മറാണോ വേണ്ട, ഇച്ചിരി വെള്ളം പറയടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അങ്ങനെ ഈ കള്ളനാണെങ്കിൽ ഇത് കണ്ടിട്ട് അവരെടുത്ത് വിളിച്ച് പറയാണ്, അതായത് ഈ പുള്ളിക്കാരന് വെള്ളം ആവശ്യമുണ്ടെന്ന്. പക്ഷേ ഈ കള്ളൻ്റെ കയ്യിൽ റെഡ് ബുൾ ഉണ്ട് കേട്ടോ. പക്ഷേ റെഡ് ബുള്ള് ആ ഇലിയത്തിന് കഴിക്കാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ ഹേർട്ടിന് പ്രശ്നം വരും. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു റോബോട്ടാണ് ഈ വെള്ളം കൊണ്ട് കൊടുക്കുന്നത്, അതായത് സ്റ്റോറിന്റെ പുറത്താണ് കേട്ടോ. അപ്പം ഈ കള്ളനാണെങ്കിൽ ഇലിയത്തിന്റെ കഴുത്തിൽ തോക്ക് വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഇലിയത്തിന്റെ അടുത്ത് അത് പുറത്തിറങ്ങി എടുക്കാൻ പറയും. ഇതേ സമയം തന്നെ ഇലിയത്തിന്റെ കൈ രണ്ട് കെട്ടിയിരിക്കുകയല്ലേ, അപ്പൊ കാല് വെച്ചാണ് എടുക്കാൻ നോക്കുന്നത്. എന്നാലും ഇലിയത്തിന് അത് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ കള്ളനാണെങ്കിൽ തോക്ക് തറയിൽ വെച്ചിട്ട് ആ വാട്ടർ എടുക്കാൻ നിൽക്കുന്ന സമയം ഈ ഇലിയാണെങ്കിൽ ഇറങ്ങി സ്പീഡിൽ ഓടുകയാണ്. ഇതേ സമയം തന്നെ പുറത്ത് രണ്ടുപേര് കാറിലിരിപ്പില്ലായിരുന്നു, രണ്ട് പോലീസുകാർ. അപ്പം അവര് കാറ് പെട്ടെന്ന് എടുത്തിട്ട് ഈ കള്ളൻ പിറകെ ഓടുന്നുണ്ടായിരുന്നു. ഈ കള്ളനെ കൊണ്ടുപോയി ഇടിക്കുകയാണ്. അപ്പം കള്ളൻ തെറിച്ചു പോയി തറയിൽ വീഴാണ്. അത് മാത്രമല്ല ഇലിയൻ അവൻ്റെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആ സ്റ്റോർ റൂമിൽ 4 പേര് പെട്ടുകിടപ്പില്ലായിരുന്നു, അവരെയാണെങ്കിൽ രക്ഷിക്കുകയാണ്. അപ്പം അവരുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് വന്നാലും ഡോർ തുറക്കല്ലേ, അപ്പോൾ ഒരു കോഡ് വേർഡ് പറഞ്ഞാൽ മാത്രമേ തുറക്കാവൂന്ന്. അപ്പോൾ ആ കോഡ് വേർഡ് എന്താണെന്ന് നോക്കുമ്പോഴാണ് ആ കോഡ് വേർഡ് ഐ ഹോസ്റ്റേജ് എന്നാണ്. അപ്പം ആ സിനിമയുടെ പേരാണ് ഐ ഹോസ്റ്റേജ്. അങ്ങനെ അവരെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. ഇതേസമയം തന്നെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്, എല്ലാവരും മരണം ഫ്രണ്ടിൽ കണ്ടിട്ട് നിൽക്കുകയല്ലേ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഒരു ബോംബ് സ്ക്വാഡൊക്കെ വന്നിട്ട് ആ ബോംബൊക്കെ ഡിഫ്യൂസ് ചെയ്യുന്നതായിട്ടാണ്. ഇതിനുശേഷം ഇലിയത്തിനെ എല്ലാവരെയും വീട്ടിൽ കൊണ്ടാക്കുകയാണ്. അപ്പം ഇലിയൻ അവൻ്റെ ആ അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് റൂമിൽ കയറാണ്. എന്നിട്ട് റൂമിൽ കയറിയിട്ട് ആ എയർപോർട്സ് അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു കേട്ടോ. ആ എയർപോർട്ട് എടുത്തിട്ട് ചെവിയിൽ വെച്ചിട്ട് പാട്ട് കേട്ടിട്ട് കിടന്ന് കരയാണ് അവൻ. കാരണം മരണം മുമ്പിൽ കണ്ടിട്ട് നിൽക്കുമല്ലേ. പിന്നെ നമ്മുടെ ഹെഡ് ഇല്ലായിരുന്നു, കൺട്രോൾ റൂമിന്റെ ഹെഡ്. കൺട്രോൾ റൂമിന്റെ ഹെഡ് ആണെങ്കിൽ നമ്മുടെ നെഗോഷിയേറ്റർ ആയിട്ടുള്ള ലിൻഡന്റെ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുകയാണ്. സാരമില്ല, പ്രൊഫഷനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തന്നെ, നീ ഇന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. അതായത് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് മറ്റേ ആ ഫാമിലിയോട് ട്രിപ്പ് പോയ ആ പോലീസായിരുന്നില്ലേ, പുള്ളിക്കാരനാണെങ്കിൽ രാവിലെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം അവന്റെ ഭാര്യയാണെങ്കിൽ അവിടെ കാത്തു നിൽപ്പുണ്ടാവും. അങ്ങനെ ഈ പടം തീരുവാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് കഥ ഇവിടെ നിർത്താം.